ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം. ഇന്ന് വന്നപ്പോൾ തന്നെ കാലാവസ്ഥ പെട്ടെന്ന് മാറി, നല്ല മഴ കിട്ടി. മഴയിൽ നനഞ്ഞുകൊണ്ട് ആ പാലക്കാട് ഡാമിൻ്റെ കാഴ്ചകൾ കാണുകയാണ്. അടിപൊളിയാണ്. എന്തായാലും മഴ ആയതുകൊണ്ട് പുറകിൽ നല്ല മലപ്രദേശമെല്ലാം ഉണ്ട്, അതൊന്നും കാണുന്നില്ല, മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട്. പാലക്കാട് വന്നാൽ മിസ് ചെയ്ത് കാണാൻ പറ്റിയൊരു സ്പോട്ടാണ് മലമ്പുഴ ഡാം. അന്നേരം ഇതിൻ്റെ താഴെ തന്നെ പാർക്കുണ്ട്, അത് അടച്ചിട്ടിരിക്കുന്നത്. 1 വർഷം കഴിഞ്ഞാലേ അത് തുറക്കുന്ന പറഞ്ഞത്, പണി നടന്നുകൊടുക്കുന്നത്. മലമ്പുഴ യക്ഷിയെ കാണാൻ പറ്റിയില്ല. എന്തായാലും ഡാം കണ്ടിട്ട് മടങ്ങാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും പാലക്കാട് വന്നാൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്പോട്ടാണ് മലമ്പുഴ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ്, വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വലിയ ഡാമാണ്. പിന്നെ ഏറ്റവും ഹൈറ്റിൽ ഇടുക്കി ഡാമാണ്. അന്നേരം ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാം. ഇതിൻ്റെ താഴെയാണ് പാർക്കുള്ളത്. അന്നേരം പാർക്ക് ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ മലമ്പുഴ യക്ഷിയുള്ളത്. മലമ്പുഴ യക്ഷിയെ കാണാൻ പറ്റിയില്ല. എന്തായാലും ഇനി അടുത്ത വരവിൽ എന്തായാലും കാണാം. കാനായി കുഞ്ഞിരാമൻ പണി കഴിപ്പിച്ച മലമ്പുഴ യക്ഷി, അതിൻ്റെ കഥയൊന്നും എനിക്കറിയില്ല. എന്തായാലും സൂപ്പർ ആണ്. ഞാൻ പണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടൂർ വന്ന് സ്കൂളിൽ, അങ്ങനെയാണ് മലമ്പുഴയിൽ വന്നത്. അന്ന് രാത്രി ആയതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പാലക്കാട് വന്നിട്ട് നമ്മൾ ഈ ഡാം വന്ന് കാണാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇന്ന് പണിയൊക്കെ തീർത്തിട്ട് എത്രയും അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്, മലമ്പുഴ ഡാം കാണാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി കാലാവസ്ഥ, നല്ല തണുപ്പ്, ചൂടൊക്കെ മാറി. ഇപ്പോൾ ഏകദേശം മഴ തെളിഞ്ഞിട്ടുണ്ട്, എന്നാലും ചാറി മഴ വരുന്നുണ്ട്. എന്നാലും അപ്പുറം കാണുമ്പോൾ നല്ല 2 മലപ്പുറം നല്ല കുന്ന്, ഇപ്പം കാണുന്നുണ്ടെന്ന് അറിയില്ല ഈ മഴ പെയ്യുന്നതുകൊണ്ട്. എന്തായാലും ചുറ്റിനും നല്ല കുന്നുകളാണ്. എന്തായാലും സൂപ്പർ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഒറ്റക്കായിപ്പോയി എന്ന് മാത്രം, ആൾക്കാർ വേണം. ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിച്ച് കാര്യങ്ങളിങ്ങനെ അവതരിപ്പിച്ച് സുഖമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. എന്തായാലും ഞാനിവിടുന്ന് പോകുകയാണ്. ഓക്കെ, അങ്ങനെ മഴയെല്ലാം പോയി വെയിൽ വന്നപ്പോൾ ഉള്ള കാഴ്ച കാണാം. വെയിൽ വന്നപ്പോൾ ഉള്ള മനോഹരമായ, മുമ്പേ മറഞ്ഞു നിന്നല്ലതാ ഇപ്പോൾ അതാ നല്ല കാഴ്ചയായിട്ട് വന്നിട്ടുണ്ട്. മുമ്പേ നല്ല വെയിലായ, മഴയായപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ മഴ പോയി, നല്ല വെയിൽ വന്ന്. സൂപ്പറല്ലേ?